ഇന്ത്യയുടെ പുതിയ മിസൈൽ പരീക്ഷണത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപ് വ്യോമമേഖല ശനിയാഴ്ച വരെ അടച്ചിടുമെന്ന് അധികൃതർ. മെയ് 23, 24 തീയതികളിൽ 3 മണിക്കൂർ വീതമാണ് അടച്ചിടുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 7-നും 10-നും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് മുകളിലൂടെയും ചുറ്റുമുള്ള വ്യോമാതിർത്തി 500 കിലോമീറ്ററുമാണ് പരീക്ഷണ പരിധി. ഈ സമയത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് മേഖലയുടെ മുകളിലൂടെ വിമാന സർവീസ് നടത്തുന്നതിന് അനുമതിയില്ല എന്ന് ഇന്ത്യൻ അധികൃതർ പുറപ്പെടുവിച്ച നോട്ടീസ് ടു എയർമാനിൽ വ്യക്തമാക്കുന്നു. ഒരു സിവിലിയൻ വിമാനവും നിർദ്ദിഷ്ട വ്യോമ അതിർത്തിക്കപ്പുറത്തേക്കുള്ള ഉയരത്തിൽ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് 9 അന്താരാഷ്ട്ര വിമാന റൂട്ടുകൾ കൂടി അടച്ചിടും. ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ ഇന്ത്യ മുമ്പും മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ബാലിസ്റ്റിക് മിസൈൽ, 2025 ജനുവരിയിൽ സാൽവോ മോഡിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ എന്നിവ ഇവിടെയാണ് പരീക്ഷിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. ബുധനാഴ്ച ആകാശച്ചുഴിയിൽപ്പെട്ട ഇന്ത്യൻ വിമാനത്തിന് സഹായം നിഷേധിച്ച് പാകിസ്ഥാൻ. പെട്ടെന്നുണ്ടായ ആലിപ്പഴ വീഴ്ചയെ തുടർന്ന് ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ വിമാനത്തിന്റെ വ്യോമപാത തടസ്സപ്പെട്ടിരുന്നു. വിമാനത്തിന്റെ പൈലറ്റാണ് അപകടം ഒഴിവാക്കാനായി പാകിസ്ഥാൻ വ്യോമ അതിർത്തി ഹ്രസ്വമായി ഉപയോഗിക്കാൻ ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിന്റെ അനുമതി തേടിയത്. എന്നാൽ അഭ്യർത്ഥന പാകിസ്ഥാൻ നിരസിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. ഇൻഡിഗോ എയർലൈനിന്റെ 6E2142 വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത്. സംഭവം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷിച്ചു വരികയാണ്. 220-ലധികം പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സഞ്ചാരത്തിനിടെ പെട്ടെന്ന് ആലിപ്പഴം പെയ്തു. പൈലറ്റ് ശ്രീനഗർ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിൽ എമർജൻസി റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ വ്യോമപാത ഉപയോഗിക്കാനാകുമോ എന്ന് തിരക്കിയെങ്കിലും അപേക്ഷ നിരസിച്ചതോടെ നിശ്ചിത പാതയിലൂടെ തന്നെ യാത്ര തുടർന്നു. ബുധനാഴ്ച വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്ത ഉടനെ എല്ലാവർക്കും വൈദ്യസഹായം ഉറപ്പാക്കി. ആർക്കും പരിക്കേറ്റിട്ടില്ല. വിമാനം നിലവിൽ ശ്രീനഗറിൽ ആവശ്യമായ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും എല്ലാ അനുമതികളും ലഭിച്ചാൽ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും എയർലൈൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ 3 ദിവസത്തെ വാദം പൂർത്തിയാക്കി ഇടക്കാല ഉത്തരവിനായി സുപ്രീം കോടതി മാറ്റി. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് എന്നിവരുടെ ബെഞ്ചിന് മുമ്പാകെ വ്യാഴാഴ്ചയും ശക്തമായ വാദമുഖങ്ങളാണ് ഇരുപക്ഷവും ഉയർത്തിയത്. 3 ദിവസം തുടർച്ചയായിട്ട് വാദം കേട്ടതിന് ശേഷമാണ് ഹർജികൾ വിധി പറയാൻ മാറ്റിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഇടക്കാല വിധി പറയും. ഇടക്കാല വിധി എന്നാണെന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഏപ്രിൽ 5-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് കേന്ദ്രം വഖഫ് നിയമം 2025 വിജ്ഞാപനം ചെയ്തത്. വഖഫ് നിയമം ചോദ്യം ചെയ്ത് നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഏപ്രിൽ 25-ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം 2025-ലെ ഭേദഗതി ചെയ്ത വഖഫ് നിയമത്തെ ന്യായീകരിച്ച് 1332 പേജുള്ള പ്രാഥമിക സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പാകിസ്ഥാനെ തുർക്കി പ്രേരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ. പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ വളർന്നു വന്ന ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ തുർക്കി ശക്തമായ നിലപാടെടുക്കുമെന്നും ഇന്ത്യ അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. പരസ്പരം പങ്കുവെക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളെക്കുറിച്ചും രൺധീർ സൂചിപ്പിച്ചു. ചർച്ചയും ഭീകരതയും ഒരുമിച്ച് പോവില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചില ഭീകരവാദികളുടെ പേര് വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്നു. അതേക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാണ്. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം വിട്ടുപോകുമ്പോൾ മാത്രമായിരിക്കും ജമ്മു കശ്മീരിനെ കുറിച്ചുള്ള ഏതൊരു ഉഭയകക്ഷി ചർച്ചയ്ക്കും രാജ്യം തയ്യാറാവുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ വിശ്വസനീയമാം വിധം ഉപേക്ഷിക്കുന്നതുവരെ സിന്ധു നദീജല ഉടമ്പടി നിലവിലുള്ളതുപോലെ തുടരും. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ വെള്ളത്തിനും രക്തത്തിനും ഒരുമിച്ച് ഒഴുകാൻ കഴിയില്ലല്ലോ എന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ പോരാട്ടത്തിന് UAEയും ജപ്പാനും ഉറച്ച പിന്തുണ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പാകിസ്ഥാൻ നടപടിക്കെതിരെ ഇന്ത്യയുടെ ഉറച്ച നിലപാടിനെ കുറിച്ചും വിശദീകരിക്കാനെത്തിയ സർവകക്ഷി സംഘങ്ങളോടാണ് ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്.
ഭീകരതയെ ഇന്ത്യയും UAEയും ചേർന്ന് ഒരുമിച്ച് നേരിടുമെന്ന് UAE സഹിഷ്ണുത സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ പറഞ്ഞു. ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ MP നയിക്കുന്ന സംഘം ഇന്ന് അബുദാബിയിലും ദുബായിലുമുള്ള പ്രമുഖരുമായിട്ടും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.